പ്രഗ്നൻസിയിൽ ഇതുപോലെ ഡീപ് ബ്രീത്ത് ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രഗ്നൻസിയിൽ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കൂടുന്നതിന് കാരണമാകും. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ നല്ലതാണ്. കൂടാതെ മസിൽസ് ടെൻഷൻ, പേശികളുടെ പിരിമുറുക്കം, ഫിസിക്കൽ ഡിസ്കംഫർട്ട് എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്നിവ കുറയ്ക്കുവാനും സഹായിക്കുന്നു. സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. മൂഡ് എൻഹാൻസ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുന്നു, അതായത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു. ഹാർട്ട് റേറ്റ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ടിൻ പ്രഗ്നൻസിയിൽ ഞാൻ നേരിട്ട വലിയൊരു പ്രശ്നമാണ് ഹാർട്ട് റേറ്റ് കൂടുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വളരെ വലിയ രീതിയിൽ ഹാർട്ട് റേറ്റ് കൂടുമായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഡീപ് ബ്രീത്ത് ആയിരുന്നു ചെയ്തിരുന്നത്. കൂടാതെ പെൽവിക്സിൻ്റെ ഹെൽത്തിനും ഇങ്ങനെ ഡീപ് ബ്രീത്ത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പ്രഗ്നൻസിക്കും ഡെലിവറിക്ക് ശേഷവും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് പെൽവിക്സ് ഏരിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രസവശേഷമുള്ള പെൽവിക്സ് ഹെൽത്ത് സ്ത്രീകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഡീപ് ബ്രീത്ത് എടുത്ത് പുഷ് ചെയ്യണമല്ലോ. അപ്പോൾ പ്രഗ്നൻസിയുടെ ആരംഭ കാലഘട്ടം മുതൽ ഇത്തരത്തിൽ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ നോർമൽ ഡെലിവറി ആകുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ഡീപ് ബ്രീത്ത് നല്ല രീതിയിൽ എടുക്കാനും ഡയഫ്രമാറ്റിക് ബ്രീത്ത് എടുത്തുകൊണ്ട് ബേബിയെ പുഷ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് നല്ല രീതിയിൽ കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്.